അറക്കുന്നവർ പോത്താൻ പാടില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ പേരിൽ കുട്ടനെയും പോത്തിനെയും ആട്ടിനെയും ഒക്കെ അറുത്ത് വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. നമ്മുടെ മുജാഹിദീങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം. അവരും പോത്തിനെ അറക്കുന്നുണ്ട്. അറക്കുന്നവർ പോത്താൻ പാടില്ലല്ലോ. നമ്മൾ അറക്കപ്പെടുന്ന ജീവിയെ പോത്താൻ പാടില്ല. നമ്മൾ ചിന്തിക്കാൻ പറയണം. അപ്പോ ഈ പോത്തിനെ അറക്കുന്നത് എന്തിനാണ്? ഈ ആട്ടിനെ അറക്കുന്നത് എന്തിനാണ്? അത് മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിക്കാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പോത്തിനെയും അതുപോലെ കുട്ടനെയും ആട്ടിനെയും അതുപോലെ ഒട്ടകത്തെയൊക്കെ അറുക്കുന്നത്. ബലിപെരുന്നാളിന് കുട്ടനെ അറുക്കുമ്പോ, പോത്തിനെ അറുക്കുമ്പോ, ആട്ടിനെ അറുക്കുമ്പോ അത് ഇബ്രാഹിം നബിയുടെ പേരിലല്ലേ നമ്മൾ അറുക്കുന്നത്? അങ്ങനെയാണോ? ആലോചിച്ചു നോക്ക് നിങ്ങൾ. എന്തൊരു കടുത്ത ദുർവ്യാഖ്യാനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാവന സ്മരണ അവിടെ ഓർക്കുന്നു എന്നുള്ളതല്ലാതെ ഉദുഹിയത്ത് അറുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇബ്രാഹിം നബിയുടെ ഏതെങ്കിലും നിലക്കുള്ള ഒരു രക്ഷയോ ഇബ്രാഹിം നബിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ തന്റെ ആപത്തിനെ തടുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നുള്ള ഒരു കാവലോ ആഗ്രഹിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? ഇവരങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ഉദൂഹിയത്തും ശിർക്കിന്റെ ഉദൂഹിയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ലോക മുസ്ലിമീങ്ങൾ ഉദൂഹിയത്ത് അറുക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ ഒരു പ്രത്യേകമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന് ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് നാം അത് നിർവഹിക്കുന്നു എന്ന് മാത്രം. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ എന്തെങ്കിലും ഒരു നേർച്ചയോ, ഇബ്രാഹിം നബിയിൽ നിന്ന് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ ഹാജറ റളിയല്ലാഹു അൻഹ, ഇവരിൽ നിന്നൊക്കെ ഏതെങ്കിലും നിലക്കൊരു ഗുണം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷത്തിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് ഇവരൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നോ ഉള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ? എന്തൊരു ദുർവ്യാഖ്യാനമാണിത്! അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലേ ചെയ്യുന്നത്?